നാഗറാണിയിലെ ടി വിയിൽ വരാനിരിക്കുന്ന എപ്പിസോഡ് എന്റെ പൊന്നു മക്കളെ, അനന്തയുടെയും രവീഷിന്റെയും കല്യാണം നടക്കാൻ പോവാണ്. പക്ഷേ ഒരു ബ്ലഡ് വെഡിങ്, അതായത് രക്തകല്യാണം നടക്കാൻ പോവാണ്. രക്തകല്യാണം മറ്റൊന്നുമല്ല, ചോരക്കളി. ഒരു ചോരക്കളി കല്യാണമാണ്. കല്യാണത്തിന് കത്തിക്കുത്തും ചോരയും മൊത്തം ആകെ ചുമന്ന സിന്ദൂരമല്ല, ചുമന്ന രക്തത്തിന്റെ ഒരു കളി നടക്കാൻ പോവാണ്. പൂർവിയും ആര്യവനും കൂടെ അടുത്ത് വരുന്നു. രണ്ടുപേരും തമ്മിലുള്ള ഒരു കോംബോയൊക്കെ പതിയെ പതിയെ ഇഷ്ടമായിട്ടൊക്കെ തുടങ്ങുകയാണ്. പൂർവിക്ക് ഒരു അറ്റാച്ച്മെന്റ് ആര്യവനോട് വരുന്നുണ്ട്. അതേസമയം അനന്തയുടെയും രവീഷിന്റെയും കല്യാണം ഉറപ്പിക്കുന്നു. വമ്പൻ സീനുകൾ രവീഷിന്റെ വെടിവെച്ചാങ്കോവിലൊക്കെ പൊക്കുന്നുണ്ട് നമ്മുടെ വീട്ടുകാർ. അങ്ങനെ വമ്പൻ സീൻ എപ്പിസോഡാണ് വരാനിരിക്കുന്നത്. എന്താണ് വരാനിരിക്കുന്ന മെയ് 12 എപ്പിസോഡ് 12 ഓഫ് നാഗറാണി നാഗകന്യക 7 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തേണ്ട ബാക്കിയായിട്ട് നമ്മുടെ അനന്ത പറയുവാണല്ലോ, ഇനി എനിക്ക് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും നിങ്ങൾ മാത്രമേ ഉള്ളൂ, അവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറയുന്നത് അച്ഛനും അമ്മയായ ശാലിനിയും ഗുരീന്ദ്രനും കൂടെ കേട്ടോണ്ട് വന്ന് അവരിങ്ങനെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മോള് പ്രഗ്നന്റോ എന്നുള്ള ഒരു ഞെട്ടല് അവരിങ്ങനെ നിൽക്കുവാണ്. ഇതേ സമയം പരമീതും അവരുടെ ടീമും കൂടെ മറ്റേ സോറ മരിച്ചല്ലോ, ഇവരുടെ മറ്റേ എന്താ പറയുക ചെന്നായ മരിച്ചല്ലോ. അപ്പോൾ പരമീത് അവിടെ ഇരുന്നിട്ട് ഇതിനെന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ബൽജീത്ത് പറയാണ്, ഇതിന്റെ ശരീരത്തിൽ വിഷം ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്, വിഷം കൊണ്ടിട്ടാണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ പരമീത് പറയാൻ ഇനി ഒരുപക്ഷെ ഇച്ഛാധാരി നാഗകന്യക വല്ലതും ആയിരിക്കോ ഇതിനെ കൊന്നത്. മാത്രമല്ല എന്നിട്ട് പ്രൊഫസർ പണ്ട് പറഞ്ഞ കാര്യം ആലോചിക്കണം, അനന്തകുലത്തിന്റെ നാഗറാണി വരുമെന്ന് പറഞ്ഞ കാര്യം ഇനിയിപ്പോൾ അവളെങ്ങാനും ആയിരിക്കോ കൊന്നത്. പിന്നെ ഈ ഇതിന്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു വിഷം ഉണ്ടല്ലോ, ഈ വിഷം എടുത്തുകൊണ്ട് പോയി മഹാപാമ്പാട്ടിയുടെ കയ്യിൽ കൊടുക്ക്, എന്നിട്ട് തീരുമാനിക്ക്, ചോദിക്ക് ഇത് ഇച്ഛാധാരി നാഗകന്യകയുടെ വിഷമാണോ എന്ന്. ഇച്ഛാധാരി നാഗകന്യകയുടെ വിഷമാണ് ഇതിന്റെ ശരീരത്തിൽ വന്നിരിക്കുന്നെങ്കിൽ ഇനി ഈ പരമീത് ഒരു മരണത്തിന്റെ താണ്ഡവമായിരിക്കും, ഒരു മരണക്കളിയായിരിക്കും കളിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുവാണ്. ഇതേ സമയം നമ്മുടെ ഗുരീന്ദരും ഫാമിലിയും, അതായത് ഗുരീന്ദർ, ശാലിനി, മക്കളായ അനന്ത, പൂർവി, രോഹന് വയ്യ വീട്ടിൽ കിടക്കണം. ഇവർ 4 പേരും കൂടെ എന്ത് ചെയ്യാണ്, കാറിൽ പോവാണ്. എങ്ങോട്ട്? നേരെ സൂര്യ വീട്ടിലോട്ട് വരികയാണ്. ഗുരീന്ദർ കാർ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്താണ് എൻ്റെ മോളെടുത്തവൻ എൻ്റെ മോളെ ഇങ്ങനെ ചതിക്കുന്നു, എന്നിട്ട് അവന്മാർ ഇങ്ങനത്തെ വർത്താനം പറയുന്നു, ഇന്ന് പോയി രണ്ടിലൊന്നും അറിയാം, ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ, ചതിയാൻ എന്നൊക്കെ പറഞ്ഞു പോവാണ്. അപ്പൊ അനന്ത പറയണം, അച്ഛാ ദയവ് കരുതി അവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നത്, നീ മിണ്ടായിരിക്കടി എന്നൊക്കെ ഗുരീന്ദർ പറയുവാണ്. ഇതേ സമയം നമ്മുടെ സൂര്യ വീട്ടില് അവിടെ കല്യാണ ആഘോഷം തുടങ്ങുവാണ്. ആരെ? കരണിന്റെയും ടീനയുടെ കല്യാണ ആഘോഷത്തിന് വേണ്ടി ഹൽദിക്ക് മൈലാഞ്ചിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ടീനയ്ക്ക് വേണ്ടി. അപ്പോഴ് നമ്മുടെ ടീനയുടെ സ്റ്റെപ്പ് മോമായ സ്വർണ്ണ, അതായത് നമ്മുടെ മിനിസ്റ്ററിന്റെ വൈഫ്, മിനിസ്റ്ററിന്റെ രണ്ടാമത് കെട്ടിയതാണ് മിനിസ്റ്റർ, പക്ഷെ മോള് ഈ ടീന മുമ്പത്തെ കല്യാണത്തിലുള്ളതാണ്. അപ്പം സ്വർണ്ണയുടെ ഫോണിലേക്ക് എന്ത് ചെയ്യാണ്, രവീഷ് ഫോൺ വിളിക്കുകയാണ്. വാ എന്ന് പറഞ്ഞാൽ രവീഷ് മുകളിലത്തെ റൂമിലോട്ട് സ്വർണ്ണയെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം പിങ്കി നേരെ ടീനയുടെ അടുത്ത് വന്നിട്ട് പറയണം, നിന്റെ സ്റ്റെപ്പ് മോമിനെ നിന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെ, എൻ്റെ അച്ഛന് ആ കിളവിയെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടെ, എൻ്റെ കല്യാണം ഗംഭീരമായിട്ട് നടത്താം, പണം എടുത്ത് നടത്താം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരാരാ, എൻ്റെ അച്ഛൻ്റെ പണം എടുത്ത് നടത്താൻ എനിക്കറിയത്തില്ലേ എന്നൊക്കെ ടീന ദേഷ്യത്തോടെ പറയുന്നുണ്ട് കസിൻസിൻ്റെ അടുത്ത്. ഇതേ സമയം ഗുരീന്ദർ കാറിലിരുന്നുണ്ട്, ഞാനിത് പോയി ചോദിക്കും, ആ കുടുംബം മൊത്തം ഇങ്ങനെയാണ്, തെറ്റാണ്, എൻ്റെ മോളുടെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷേ അവനും ചെയ്ത തെറ്റാണ്, അവനും ഉത്തരവാദിത്വം ഉണ്ട് എന്നൊക്കെ പറയാണ് ഗുരീന്ദർ. അപ്പൊ പൂർവ്വി പറയണം, ആ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെയല്ല, എൻ്റെ സാർ അങ്ങനെയല്ല, എൻ്റെ ബോസ് അങ്ങനെയല്ല, നിന്റെ ബോസിന്റെ അനിയൻ തന്നെയല്ലേ ഈ വേല കാണിച്ചത്, എല്ലാം കണക്ക് തന്നെയാണ് എന്ന് ഗുരീന്ദർ പറയുവാണ്. ഇതേ സമയം സ്വർണ്ണ മുകളിലത്തെ നിലയിൽ ഈ രവീഷ് അവിടെ പോയി എന്ന് പറഞ്ഞ് തിരക്കി നടക്കുമ്പോൾ രവീഷ് റൂമിന്റെ അകത്ത് നിന്നിട്ട് സുവർണയെ പിടിച്ച് അങ്ങോട്ട് വലിച്ച് വാതിൽ അങ്ങോട്ട് അടക്കിയാണ്. ഇതേ സമയം പരമീതും ടീമും കൂടെ ഒരു വലിയൊരു മാപ്പൊക്കെ രൂപീകരിച്ച് നമ്മുടെ കത്തിയിലെ അതുപോലെ ഒരു മാപ്പൊക്കെ രൂപീകരിച്ചിട്ട് പാഷ വിളിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും പാഷയുടെ അടുത്ത് പറയണം. പാഷയാണ് ഇവരുടെ തലവൻ, ചിങ്കിസ്ഥാനിലെ തലവൻ. അപ്പം നാട് കുംഭമേളയ്ക്ക് വേണ്ടി ഉടനെ റെഡിയാവും. കുംഭമേള നടക്കുന്നിടത്ത് വലിയ വലിയ സെലിബ്രിറ്റികൾ മുതൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വരെ എത്തിച്ചേർന്ന് 10, 40, 45 ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഭൂകമ്പം നമ്മൾ സൃഷ്ടിക്കും നമ്മുടെ ഡ്രാഗണെ വെച്ച്. അങ്ങനെ ടൂറിസം എന്ന് പറയുന്ന സാധനം കഴിയും. അതോടുകൂടി ആൾക്കാർ ഭയക്കും പിന്നെ അങ്ങോട്ട് വരാനായിട്ട്. അതാണ് നമ്മുടെ പ്ലാൻ എന്നിങ്ങനെ പരമീതും കൂട്ടരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതേ സമയം രവീഷും സ്വർണ്ണയും കൂടെ റൂമിൽ എനിക്കൊരു ഉമ്മതാ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കിന്നരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പരമീതും ടീമും കൂടെ ഡിസ്കഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വാതിലിന്റെ പുറത്തുകൂടി പകുതി സാരി ഇങ്ങനെ വെളിയിൽ കിടക്കുന്നേ, വാതിലിന്റെ സൈഡിൽ കൂടെ ഡോർ കയറി പെട്ടെന്ന് അടച്ചപ്പോഴത്തേക്കും പകുതി സാരി വെളിയിലായിപ്പോയി. ആരുടെ സാരി? സ്വർണ്ണയുടെ സാരി. ഇത് ആര് കാണുന്നു? നമ്മുടെ സ്വർണ്ണയുടെ ഭർത്താവായ മിനിസ്റ്റർ സമീർ കാണുന്നു. അപ്പൊ സമീർ
ഇത് സ്വർണ്ണയുടെ സാരിയാണല്ലോ, ഇതാരുടെ റൂമാ, ഇവളെങ്ങനെ ഇതിനകത്ത് വന്നത്, തുറക്കടി തുറക്കടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും പരമീതിനും ബൽജീത്തിനും അറിയത് രവീഷിന്റെ റൂമാണെന്ന്. അപ്പൊ പരമീത് ബൽജീത്തിന്റെ അടുത്ത് ചോദിക്കുകയാണെ, ഇതെന്താ രവീഷിന്റെ റൂമിൽ ഇവിടെ എന്താ, നടക്കാൻ പാടില്ലാത്ത എന്തോ ഇവിടെ നടക്കുന്നുണ്ട്, മോന്റെ കയ്യിൽ ഇപ്പം നല്ലതല്ലല്ലോ എന്നിങ്ങനെ ബൽജീത്ത് പറയുന്നുണ്ട്. അപ്പം അകത്ത് നിൽക്കുന്ന അവർ ശബ്ദം, രവീഷും സ്വർണ്ണയും കൂടെ അകത്ത് അവിഹിതമാണല്ലോ, ഇവർ ശബ്ദം കേട്ട് പേടിക്കുന്നുണ്ട്. പേടിക്കുമ്പോൾ പെട്ടെന്ന് സമീർ വാതിൽ അങ്ങോട്ട് തള്ളി തുറന്നിട്ട് കയറി അകത്തോട്ട് പോവാണ്. വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് അപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടൊന്നും, ഇവിടെ ആരുമില്ല, നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇതേ സമയം താഴത്തെ നിലയിൽ നമ്മുടെ അനന്തയും അനന്തയുടെ ഫാമിലിയും താഴത്തെ നിലയിൽ എത്തുന്നു. സമീർ വാതിൽ തുറന്ന് ഇവിടെ മൊത്തം പ്രശ്നങ്ങളായി. അവിടെ കർട്ടന്റെ പിറകിൽ നോക്കുന്നു, വാതിലിന്റെ സൈഡിൽ നോക്കുന്നു, അവസാനം കട്ടിലടി നോക്കുമ്പോൾ രവീഷിനെ കിട്ടുന്നു. പീടിച്ചടുത്ത് പൊട്ടിച്ച് 4-5 അടി കൊടുത്ത്, എടാ ഇങ്ങനെയാണോ നീ കാണിക്കേണ്ടത്, ഇതാണോ എൻ്റെ ഭാര്യയായിട്ട് നിനക്ക് പരിപാടി എന്നൊക്കെ ചോദിച്ച് എടുത്തിട്ട് അവൻ അലക്കുന്നു. വീട്ടുകാരെല്ലാവരും ഓടി റൂമിനകത്ത് വരുന്നു. അപ്പോഴത്തേക്കും പരമീത് പറയണ, എൻ്റെ പൊന്നെ സമീറെ, നമ്മുടെ 50 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്, അപ്പോഴത്തേക്കും സമീർ പറയണം 50 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്, ഇന്നിവിടെ നടന്ന സംഭവം വെളിയിൽ 10 പേര് അറിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനും ഞാൻ വിളിച്ചു വാരി പറയും. നമ്മുടെ എല്ലാ പ്ലാനും, എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ അഭിമാനം, എൻ്റെ അന്തസ്സുമാണ് വലുത്, ഇതൊന്നും അല്ല, ഞാൻ എല്ലാം വിളിച്ചു വാരി പറയും, പ്ലാൻ മൊത്തത്തിൽ ഞാൻ നശിപ്പിക്കുമെന്ന് സമീർ ദേഷ്യം കയറി നിൽക്കുമ്പോൾ പറയണം. അപ്പൊ പരമീത് മനസ്സിൽ, ഇവൻ്റെ പുതിയ ഭാര്യയിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, ഇവൻ്റെ ഡെയിലിയുള്ള പരിപാടി തന്നെയല്ലോ കെട്ടല്, അപ്പൊ ഈ പുതിയ കെട്ടിയ ഭാര്യയിൽ അവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, ഇവൻ്റെ പ്ലാനുകളെല്ലാം വിളിച്ച് പറഞ്ഞ 24 വർഷമായിട്ടുള്ള നമ്മുടെ എല്ലാം പൊളിഞ്ഞു പോകും എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കുമാണ് പരമീത് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നത്, അല്ലല്ല നീ വിചാരിക്കും പോലെയൊന്നും അല്ല, ഇവന് വേറൊരു പ്രേമമുണ്ട്, ഓഫീസിലെ കുട്ടിയായിട്ട് ഒരു പ്രേമമുണ്ട്. അപ്പൊ സമീർ പറയണം, എങ്കിൽ നീ അവളെ വിളിച്ചോണ്ട് വാ, അവൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, എങ്കിൽ ഞാനവനെ വെറുതെ വിടാം, അല്ലെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സെക്യൂരിറ്റി വന്ന് പറയുകയാണ്, ഭാഗ്യം എന്ന് പറഞ്ഞാൽ അന്നേരം സെക്യൂരിറ്റി എന്ന് പറയണം, പരമീത് സാർ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അനന്തയും അനന്തയുടെ ഫാമിലിയും വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അവര് സത്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നത്, അവരെ ഒഴിപ്പിച്ച് വിട്ടതാണ്. പിന്നെ കാണിക്കുന്ന ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് പരമീത് നേരെ താഴത്തെ ഹാളിലേക്ക് വരുമ്പം അവിടെ അനന്തയുണ്ട്. അനന്തയുടെ അച്ഛൻ ഭയങ്കര കളിപ്പിലാണ്. സംബന്ധക്കാരെത്തിയോ, മിനിസ്റ്റർ സാർ ഇതാണ് എൻ്റെ മോൻ്റെ ഭാവി അമ്മായിയപ്പൻ. അപ്പം ഗുരീന്ദ്ര പറയാണ്, അത് ഞാൻ എൻ്റെ മോൾ അനന്തയുടെ, ഞാനും അനന്തയുടെ കാര്യം തന്നെയാണ് പറയാൻ വന്നത്, അനന്ത നമ്മുടെ മോനെ കല്യാണം കഴിക്കാൻ വന്ന കുട്ടി, എനിക്കെല്ലാം മനസ്സിലായി. ഇന്നലെ കുറച്ച് പ്രശ്നമൊക്കെ വരെ ഉണ്ടായി. പക്ഷേ അപ്പം മിനിസ്റ്റർ ഒക്കെയാണ്, എന്ത് പ്രശ്നം? അപ്പൊ ഗുരീന്ദർ, അത് ആക്ച്വലി ഇവൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് പരമീത് മിസ്അണ്ടർസ്റ്റാൻഡിങ്, എല്ലാം ശരി, നമുക്ക് കല്യാണം നടത്താം, പ്രശ്നം എന്താ? ഞാൻ ആദ്യം ഈ കല്യാണത്തിന് എതിർത്തു, നമ്മുടെ മക്കളുടെ ആദ്യം നല്ല രീതിയിൽ ഇരിക്കാനല്ലേ പറയത്തുള്ളൂ, ആരെങ്കിലും കേൾക്കോ? ഇല്ല, പോട്ടെ, നമുക്ക് കല്യാണം നടത്താം, ടീനയുടെയും കരന്റെയും കല്യാണത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ കല്യാണം നടത്താം, 2 കല്യാണം നടന്നോട്ടെ, കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ ആര് പറയാണ്, നമ്മുടെ ഈ പറയുന്ന പരമീത് പെട്ടെന്ന് കാര്യം പറയണം. അപ്പൊ രവീഷേ നീ തന്നെ വന്ന് പറഞ്ഞോ. അപ്പൊ രവീഷിനോടൊന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, കാരണം സ്വർണ്ണയുടെ പേര് പറഞ്ഞാൽ മിനിസ്റ്റർ അവനെ തല്ലി കൊല്ലുകയും ചെയ്യും. മിനിസ്റ്റർ എന്ത് ചെയ്യും, പരമീതിന്റെ സീക്രട്ട് വിളിച്ച് വാരി പറയുകയും ചെയ്യും. അപ്പൊ രവീഷ്, എനിക്കിഷ്ടമാണ്, എനിക്ക് അനന്തയെ ഇഷ്ടമാണ്, അനന്തയുടെ അച്ഛ എനിക്ക് അനന്തയെ ഇഷ്ടമാണ്, അനന്തയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെൻ്റെതാണ് എന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാവരും ഷോക്കാണ്. അച്ഛൻ സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല അനന്ത, ഇന്ന് രാവിലെയാണ് അച്ഛൻ എനിക്ക് സമ്മാനം തന്നതെന്നൊക്കെ പറയുന്നു. അപ്പൊ പരമീത്, നമ്മുടെ സൂര്യ കുടുംബം അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് സമീർ അന്നേരം പറയാൻ, സമീറിന് ഇവൻ എന്തോ ചുറ്റിക്കളിയുണ്ടെന്നൊക്കെ സമീറിന് അറിയാം. അപ്പൊ മന്ത്രി സമീർ പറയണം, ഇവന് അവളെ ഭയങ്കര ഇഷ്ടമല്ലേ, 2 ദിവസത്തിനകത്ത് നമുക്ക് കല്യാണം നടത്താം, അപ്പോഴാ സ്വീറ്റ്സ് കൊണ്ടുവരൂ, എല്ലാവരും സ്വീറ്റ്സ് കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് സ്വീറ്റ്സ് കൊണ്ടുവരാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സംഗീത മെഹന്തിയൊക്കെ നമുക്ക് ഉടനെ തന്നെ ഇന്ന് നാളെയൊക്കെ ആയിട്ട് നടത്തി കല്യാണം നടത്തി റിസപ്ഷൻ ഗംഭീരമായിട്ട് നടത്താമെന്നൊക്കെ പരമീത് പറയുവാണ്. അങ്ങനെ ലഡു കൊണ്ടുവരുന്നു. ലഡു ഒരു താലത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഗുരീന്ദ്രൻ എന്ത് ചെയ്യുന്നു, താലത്തിൽ നിന്ന് ലഡു എടുത്ത് കഴിക്കുമ്പോൾ ആ താലത്തിൽ സൂരി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അത് എഴുതിക്കുന്ന കണ്ടിട്ട് ഈ സൂരി പ്ലേറ്റ് എന്ന് പറഞ്ഞിങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് പണ്ട് ഈ പരമീത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പണ്ടൊരു പരമീത് ഉണ്ടായിരുന്നല്ലോ, അയാളെ കൊന്നിട്ടാണല്ലോ ഇവർ അവരുടെ രൂപം അവരുടെ പേരും നാളൊക്കെ എടുത്ത് വന്നത്. അപ്പൊ ആ പരമീതിന്റെ വീട്ടിൽ ആ പരമീതും ഗുരീന്ദ്രമായിട്ട് നല്ല കണക്ഷനാണ്. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കും ആ പരമീത് എന്തിനാണ് നീ ഇങ്ങനെ പേരെഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഗുരീന്ദ്രൻ. അപ്പം അത് എൻ്റെ വീട്ടിലെ സാധനം ഒന്നും കാണാതെ പോകാതിരിക്കാനാണ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ അവിടെ കണ്ട പ്ലേറ്റ് ഇല്ലേ, അതങ്ങനെ ഇവരുടെ വീട്ടിൽ എന്ന് ഗുരീന്ദ്രനെ ഡൗട്ട് അടിക്കുകയാണ്. അപ്പൊ ആര്യമൻ വാട്സാപ്പിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാൻ, എന്താ അവിടെ നടക്കുന്നേ? അപ്പൊ പരമീത് പെട്ടെന്ന് അടുത്ത് പറ്റി, ആര്യമ നീ ഒന്നും മിണ്ടല്ലേ, എൻ്റെ കൂടെ നിന്നേക്കണേ, നീ ഒന്നും മിണ്ടവാ, ദൈവം എഴുതി വാ തുറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പരമീത്, എൻ്റെ മോനാണ് എനിക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നത്, ഇതാണ് എൻ്റെ മൂത്തമൻ, ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണത്തിനൊക്കെ സമ്മതിച്ചത് എന്നിങ്ങനെ പറയാണ്. അപ്പം ആര്യമൻ്റെ അടുത്ത് ബൽജീത്ത് പറയണത്, രവീഷിൻ്റെയും അതുപോലെ അനന്തയുടെയും കല്യാണം ആരുറപ്പിച്ചു, നിന്റെ ചേട്ടൻ അച്ഛൻ ഉറപ്പിച്ചു എന്നിങ്ങനെ പറയുകയാണ്.
അപ്പൊ ആര്യമൻ നല്ല കാര്യം, ഇപ്പോഴെങ്കിലും കാര്യം നടന്നല്ലോ. അസിസ്റ്റന്റ്, നിനക്കിനിപ്പോ മൾട്ടി ടാസ്കിങ് ആണല്ലോ, കല്യാണവും ജോലി എല്ലാം കൂടി. അപ്പോഴത്തേക്കും പൂർവി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അമ്മയ്ക്കും അച്ഛനും. അമ്മേ അച്ഛ, ഇതാണ് എൻ്റെ ബോസ്. ശരി ശരി. അപ്പൊ പരമീത് പറയണം ഇന്ന് സംഗീത മെഹന്തി നാളെ നമുക്ക് നടത്തിയിട്ട് പിന്നെ നമുക്ക് കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൂർവി എന്ത് ചെയ്യുന്നു? അപ്പം എല്ലാവരും തിരിച്ച് ബാബായി പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ പൂർവിയുടെ അടുത്ത് ആര്യവൻ പറയണം, നീ അങ്ങോട്ടാ പോകുന്ന? സാർ കല്യാണമല്ലേ, രണ്ട് വീട്ടിലും തിരക്കല്ലേ. നിന്റെ കല്യാണമൊന്നുമല്ലല്ലോ, നീ ഇവിടെ നിൽക്കി, ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ, നീയും വരണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോവാം എന്നും പറഞ്ഞ് പൂർവ്വയും വിളിച്ചുകൊണ്ട് ആര്യവൻ കാറിൽ പോവാണ്. കാറിൽ പോകുമ്പോഴത്തേക്കും കാലാവസ്ഥ ഇന്ന് വളരെ മോശമാണെന്നൊക്കെ പറയുന്നത് പൂർവ്വി എന്ത് ചെയ്യുന്നു? പേന എടുക്കുന്നു, റിപ്പോർട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ചെയ്യണ്ട, എഴുതണ്ട എന്ന് ആര്യവൻ ദേഷ്യത്തോടെ പറയുവാണ്. അപ്പം ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് പൂർവ്വി എന്ത് ചെയ്യണം? ആര്യവനെ തന്നെ ഇങ്ങനെ പ്രണയത്തോടെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ആര്യവൻ ഇത് കാണുന്നു. ആര്യവൻ വണ്ടി നിർത്തുകയാണേ. എന്തിനാ എൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് സാറിന്റെ മുഖത്തൊരു വിഷമുണ്ട്. വിഷോ എന്താ? അത് സാറിന്റെ കൺപീലി ഇവിടെ ഇങ്ങനെ വീണിട്ടില്ലേ, അപ്പൊ ഈ കൺപീലി വെച്ചൊരു വിഷമുണ്ട് എന്നിങ്ങനെ. അപ്പം എടുക്ക്, എത്രയും വേഗം അതെടുക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാനോ? നീ എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആര്യവൻ നിൽക്കണം. അപ്പൊ പൂർവ്വി എന്ത് ചെയ്യണം? കണ്ണിന്റെ ഇവിടെ വീണ് ഐലാഷസ് ഇങ്ങനെ എടുത്തിട്ട് സാർ ഇതിങ്ങനെ അപ്പൊ ആര്യവൻ കൈ ഇങ്ങനെ വീണപ്പോൾ സാറിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് മനസ്സ് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നാണ് പറയുന്നത്. അവരാണ് എനിക്കിതില്ലെന്ന് വിശ്വാസമല്ല, നീ എന്താന്ന് വെച്ചാൽ ചിന്തിച്ചോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പൂർവ്വി എന്ത് ചെയ്യാണ്? ആര്യവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ പൂർവ്വി ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുവാണ്. അപ്പൊ എന്താ നീ ആഗ്രഹിച്ചത്? പ്രാർത്ഥിച്ചോ നീ? അപ്പം എന്തിനാ ആഗ്രഹിച്ചത്? അത് ഞാൻ നിങ്ങളെയാണ് ആഗ്രഹിച്ചത്. എന്നെയോ? അതായത് സാറിന് നല്ല ഒരു യഥാർത്ഥ പ്രണയം കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയണം. അപ്പം പ്രേമം സ്റ്റുപ്പിഡാണിത് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു ആര്യവൻ. എന്നിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടാണ്. പ്രേമം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, മണ്ണാങ്കട്ടയാണ്. ഇത് വെറും ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് എങ്ങനെയാ മരിക്കാൻ വേണ്ടി പറ്റുക? ദൈവം നമുക്ക് സർട്ടിഫിക്കറ്റ് തരുമോ? പ്രേമം സ്റ്റുപ്പിഡിറ്റിയാണ് എന്നൊക്കെ പറയാം. പൂർവ്വി പറയാണ്, ആദ്യം ഞാനും അങ്ങനെ എന്നെ കരുതിയത്, പക്ഷെ പിന്നീട് അനന്ത ചേച്ചിക്ക് പ്രണയം കിട്ടിയല്ലോ, അപ്പൊ എനിക്കും വിശ്വാസമായി ഇത് പ്രേമമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ബുള്ളറ്റിന്റെ കാര്യം നോക്കാം, 9 മണി ന്യൂസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, കേട്ടല്ലോ, നീയും പ്രേമത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് വിളയും കൂട്ടി പോവാണ്. ഇതേ സമയം ശാലിനിയും ഗുരീന്ദ്രയുടെ വീട്ടിലെത്തുന്നു. ശാലിനി, നിങ്ങൾ എന്താ എങ്ങനെ ഇരിക്കുന്ന മനുഷ്യ? അപ്പൊ ഗുരീന്ദർ, അവിടെ ശരിയല്ല, ഞാൻ ആ പ്ലേറ്റ് ആ താലം മറ്റെടുത്ത് നമ്മുടെ പഴയ സൂരി അവരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വെട്ടാണോ? ഒരുപോലെ 100 എണ്ണം കാണത്തില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോളുടെ കല്യാണമാണ്, നിങ്ങൾ അത് പോയി നോക്കെന്ന് പറഞ്ഞിട്ട് ശാലിനി പോകുന്നു. അപ്പൊ ഗുരീന്ദ്രന് മൊത്തത്തിൽ ഡൗട്ട്. ഗുരീന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് സമയം കാണിക്കുന്നുണ്ട്, 60 മണിക്കൂറും കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. കാരണം നമ്മുടെ ഉത്തരാമ പറഞ്ഞല്ലോ ഇനി 72 മണിക്കൂറൂടെ കഴിഞ്ഞാൽ നാഗകനിയായിട്ട് മാറുന്നു, ഇനി 60 മണിക്കൂറേ ബാക്കിയുള്ളൂ. അങ്ങനെ ഓഫീസിലെത്തുന്നു പൂർവ്വിയും ആര്യവനും കൂടി. അപ്പം സീറ്റ് ബെൽറ്റ് കുരുങ്ങുന്നു. അപ്പം സാർ സീറ്റ് ബെൽറ്റ് കുരുങ്ങി. അപ്പോൾ ആര്യവൻ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്ത് മാറ്റി കൊടുക്കുന്നു. ആര്യവനും പൂർവ്വിയും പരസ്പരം മുഖാമുഖം നോക്കുന്നു. ഓഫീസിന്റെ പുറത്ത് നിന്ന് ഇത് ഉത്തരാമയും ഭരണിയും കൂടെ കാണണം. അപ്പോൾ ഉത്തരാമ പറയാണ്, നാഗറാണിയെ നമ്മൾ രക്ഷിക്കണം, നമ്മൾ നാഗറാണിയെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ശിവലിംഗം, ഒരു ചെറിയൊരു ശിവലിംഗം, ഈ സ്ഫടിക ശിവലിംഗം നമ്മൾ എന്ത് ചെയ്യണം? നാഗറാണിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവളുടെ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ അകത്ത് കയറുമെന്ന് നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ 2 ക്ലീനിങ് സ്റ്റാഫുകൾ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ക്ലീനിങ് സ്റ്റാഫിന്റെ വേഷത്തിലോട്ട് മാറിയിട്ട് മുഖമൊന്നും മാറുന്നില്ല, അതേ വേഷത്തിൽ തന്നെ ഇവരെന്ത് ചെയ്യുന്നു? ഓഫീസിനകത്ത് കയറുന്നു. നമ്മുടെ റോമ ആര്യവന്റെ ക്യാബിനിലോട്ട് നേരെ തള്ളി ഇടിച്ച് കയറുവാണ്. പൂർവ്വി അവിടെ നിൽക്കുന്നു. മാറിക്കടി എന്ന് പറഞ്ഞ് ക്യാബിനകത്തോട്ട് കയറുന്നു. ഈ റോമ പറയുന്ന കാര്യമൊന്നും കേൾക്കാതെ ആര്യവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പൂർവ്വി പിന്നാലെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഈ ആര്യവന്റെ പിറകെ വീണ്ടും റോമ പോകുന്നു. അപ്പം നീ എന്തിനാ ആര്യവൻ എപ്പോഴും ഇങ്ങനെ ഒഴിവാക്കുന്നത്? നീ എൻ്റെ കല്യാണത്തിനെങ്കിലും നീ ലീവ് എടുക്കുവോ? കല്യാണം എൻ്റെ തലയിൽ ആരെങ്കിലും തോക്ക് ചൂണ്ടി വെച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞാലേ ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കുള്ളൂ, പക്ഷെ അതിനു മുമ്പ് ഞാൻ ഓഫായി എന്തായാലും മൂട്ടി വീഴും. നീ എന്തിനാ ആരും എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ? പിന്നെ നിന്നെ എന്തെങ്കിലും ഒരു പെണ്ണ് പ്രേമത്തിൽ വീഴ്ത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിന്റെ മണ്ടയിൽ മണ്ണ് കോരി ഇടും പോലെ ആയിരിക്കും എന്ന് ആരും തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ പൂർവ്വി ഇതെല്ലാം കണ്ടോണ്ട് ദൂരത്തുനിന്ന് മാറി നിൽക്കുവാണ്, കേൾക്കുന്നില്ല, കണ്ടോണ്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റാഫ് പറയാണ്, നീ അങ്ങോട്ട് കയറി പോകാതെ നന്നായി പൂർവ്വി, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? ഇനി കരണ്ടേയും ടീനയുടെയും കല്യാണം കഴിഞ്ഞ് അടുത്ത് ഇവരുടെ കല്യാണമാണ്. പിന്നെ ആര്യവൻ സാർ അടിപൊളിയല്ലേ, ആര്യവൻ സാറിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്ന ആൾക്കാരല്ലേ ആര്യവൻ സാർ വിവാഹം കഴിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴും പൂർവ്വിക്ക് എന്താ നമ്മളെ പോലെയൊക്കെ ഉള്ളവർ ആരെ കെട്ടാനാ എന്ന് പറയുമ്പോൾ പൂർവ്വിക്ക് ഇങ്ങനെ വിഷമമായിട്ട് പൂർവ്വി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം പൂർവ്വിക്ക് ആര്യവൻ അടുത്തൊരു ഇതുണ്ടല്ലോ. പിന്നീട് ആര്യവൻ ന്യൂസ് വായിക്കാനായിട്ട് വരുമ്പോൾ കോഫി എവിടെ, എനിക്ക് കോഫി കൊണ്ടുവരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കോഫി കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ റോമ പെട്ടെന്ന് പറയാണ്, ഞാനിപ്പോൾ വരാം, 1 മിനിറ്റ് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ഫ്രഷ് ആവാനായിട്ട് നേരെ എന്ത് ചെയ്യുന്നു? വാഷ്റൂമിൽ പോകുന്നു. അങ്ങനെ ആര്യവന്റെ കയ്യിൽ നിന്നും കോഫി താഴെ വീഴാനായിട്ട് പെട്ടെന്ന് തുടങ്ങുമ്പോൾ പൂർവ്വി ഓടി വന്ന് ആ കോഫി തട്ടി പൂർവ്വി വന്ന് അതിൻ്റെ ഇടയ്ക്ക് പെടുന്നു. പൂർവ്വിയുടെ കൈ വീണ് പൊള്ളുകയാണ്. നീ എന്തിനാ ഇങ്ങനെ താങ്ങാൻ വന്നത്? നിന്റെ കൈ പൊള്ളിയില്ല, സാർ ഇല്ലെങ്കിൽ സാറിന്റെ കൈ പൊള്ളുമായിരുന്നു എന്നിങ്ങനെ പറയാണ്. റോമ പോയി നേരെ വാഷ്റൂമിനകത്ത് കയറുമ്പം അത് കുറ്റി ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഭരണിയും ഉത്തരാമയും കൂടി. ഭരണി എന്ത് ചെയ്യുന്നു? റോമയുടെ രൂപത്തിലോട്ട് മാറിയിട്ട് നേരെ ആര്യവന്റെ അടുത്ത് വരുന്നു. ഇന്ന് എന്തായാലും ഞാൻ ന്യൂസ് വായിക്കാൻ പോകുന്നില്ല,
ഇന്നത്തെ സെഗ്മെന്റ് നീ ചെയ്യണം. ഞാനോ? എന്ത് സെഗ്മെന്റ്? അത് ഇച്ഛാധാരി നാഗകന്യകയെ കുറിച്ചിട്ടുള്ള സെഗ്മെന്റ് ആണ് എന്ന് റോമയുടെ രൂപത്തിൽ നിൽക്കുന്ന ഭരണി പറയുന്നു. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എൻ്റെ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.